അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി മാറുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി മാറുന്നത്. വിവിധ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലുള്ള മുന്നണികളുടെ നീക്കങ്ങൾ, അങ്ങനെ വാർത്താ സജീവമായ ദിനമായിരുന്നു. ഇനി നമ്മൾ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. പ്രചാരണം അവസാന ലാപ്പിൽ. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും CPIM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. രാജ്യത്തെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് പുനർവിതരണം ചെയ്യാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നിരാശനായ നരേന്ദ്രമോദി നുണപ്രചാരണത്തിന്റെ വീര്യം കൂട്ടിയെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്നലെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശങ്ങൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകും. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗം. ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. മോദിയുടെ പരാമർശങ്ങൾ പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും മുസ്ലിംകൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. CPIM-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോൺഗ്രസും CPIM-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. രാജസ്ഥാൻ പോലീസിലും പരാതി നൽകാനാണ് CPIM തീരുമാനം. ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നുണ പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര തരം താഴ്ന്നിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രചാരണം കൂടിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. BJP is falling back on its stock in trade, as is called. This is its regular business of trying to create polarization. And the fact it did it in Rajasthan is also significant. നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന് കപിൽ സിബൽ. वो ये है चुनाव आयोग से कि आपने तुरंत कोई कदम नहीं उठाया. क्यों नहीं उठाया? ये जो भाषण है इसकी आपको निंदा करनी चाहिए. मोदी जी को नोटिस देना चाहिए. പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രീണനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ന്യായീകരിച്ചു. 24 ഡൽഹി. വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നും ചോദ്യം. കോൺഗ്രസ് പ്രകടന പത്രികയുടെ പകർപ്പ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ പ്രസംഗം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അദ്ദേഹം പറഞ്ഞ പ്രസംഗം എന്താണ്? ഇന്ത്യയുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി എത്തത്തക്കവണ്ണമുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. അതിനെയാണ് വ്യാഖ്യാനിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം, അത് നുഴഞ്ഞുകയറ്റക്കാർ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. വാട്ട് യു മീൻ ബൈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ? എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല? ഇത്രയും ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് 3 നാൾ മാത്രം ബാക്കി നിൽക്കെ നിലപാട് വ്യക്തമാക്കുന്നു ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ LDF-ന് പരോക്ഷമായി പിന്തുണ യാക്കോബായ സഭ പ്രഖ്യാപിച്ചപ്പോൾ സമദൂര നിലപാടാണെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ലത്തീൻ സഭയും രംഗത്തു വന്നു. ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ മുന്നണികൾ പ്രയത്നിക്കുന്നതിനിടയിലാണ് സഭകൾ നിലപാടുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത്. ആദ്യം രംഗത്ത് വന്നത് യാക്കോബായ സഭ. പ്രതിസന്ധിയിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24-നോട് പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്. അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടാണ്. ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുകയാണെന്നും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗൈനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടിനെതിരെ ലത്തീൻ സഭ അതിരൂപതാ ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തു വന്നു. പള്ളികളിൽ ഇന്നലെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ച് സർക്കുലറും വായിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. 24 കോട്ടയം. മുസ്ലിം ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണത്തിൽ സമസ്തയിൽ ഭിന്നത. സമസ്തയുടെ നിലപാട് പറയേണ്ടത് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനമാണ് ഒരു ഇടവേളയ്ക്കു ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവന്നത്. വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ മറുപടി സമസ്തയെ ചൊടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സമസ്തയുടെ നിലപാട് പറയേണ്ടത് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കത്തിൻ്റെതായി സമസ്തയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചാനൽ കാണിക്കുന്ന ഒരു വാർത്ത അത് സമസ്തയുടെ ഔദ്യോഗികമാണ് എന്ന് തോന്നുന്നില്ല. അത് സമസ്തയുടെ ആധികാരികമാണോ സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരോ കീഴടങ്ങളുടെ വക്താക്കളോ അല്ല. സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതേ സംബന്ധിച്ചുകൊണ്ട് നിലപാട് പറയേണ്ടത്. ഇതിനു പിറകെയാണ് സംസ്ഥയിലെ ഒരു വിഭാഗം LDFന് അനുകൂലമായി പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. ലീഗിനെതിരെ ചോദ്യാവലി തയ്യാറാക്കുകയും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തു. ലീഗ് നേതാക്കളുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് KS ഹംസ 24നോട് പറഞ്ഞു. ലീഗുമായി ഭിന്നതയൊന്നും ഇല്ല എന്ന് സാധാരണ സമസ്തയുടെ നേതാക്കളും ലീഗും പറയാറുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയുന്നൊരു പരമാർത്ഥമാണ്. ഭിന്നതയുണ്ട് എന്നുള്ളത് കുറച്ച് കാലങ്ങളായി ഒരു മൂപ്പിളമ പോര് എന്ന് പറയല്ലോ, അത് നിലനിൽക്കുന്നുണ്ട്. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉറച്ച വോട്ട് ബാങ്കായ EK സുന്നികൾ ഇടയുന്നത് UDFന് തലവേദനയാണ്. 24 കോഴിക്കോട്. സംസ്ഥാനത്തെ 4-5 ലോക്സഭാ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 20 സീറ്റിലും വിജയിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. LDFനോ BJPക്കോ ഒരിടത്തും വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് സീറ്റ് ഏതാണെന്നും ചോദിക്കരുത്, അത് ഒരു രാഷ്ട്രീയ നേതാവും പറയും. 4-5 സീറ്റിൽ ഞങ്ങൾ എങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്കോറാണെന്ന് പറയും. 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ട്. ഞങ്ങൾക്കൊരു 4-5% വ്യത്യാസമുണ്ട്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങൾ 20 സീറ്റ് ചെയ്യും. നിങ്ങൾ സ്വകാര്യമായിട്ട് ഏതെങ്കിലും CPM നേതാവിനോട് ചോദിക്കും, അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ പറയും. ഉറപ്പുള്ള ഒരു സീറ്റ് നിങ്ങൾ ഏതെങ്കിലും BJP നേതാവിനോട് പ്രധാനപ്പെട്ട ആളോട് ചോദിക്കും, അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ പറയും. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ UDFന്റെ ആസൂത്രിത വ്യാജ പ്രചാരണമെന്ന് CPIM. ഷാഫി പറമ്പിലും VD സതീശനുമാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ പോലീസ് വീണ്ടും കേസെടുത്തു. അതിനിടെ KK ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചു. തനിക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. എന്നാൽ വ്യാജ വീഡിയോ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന ക്ലിപ്പുകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. പിന്നിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളെന്നും ആരോപണം. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അവരുടെ പാരമ്പര്യം എന്താണെന്ന് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി, കള്ളത്തരത്തിൽ ഐഡന്റിറ്റി കാർഡ്. ആ കാർഡ് ഉണ്ടാക്കുന്ന വിദഗ്ധന്മാര് അവിടെ ഷാഫി പോകുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പോയത് അവരും കൂടിയാണ്. KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ പോലീസ് വീണ്ടും കേസെടുത്തു. ഫേസ്ബുക്കിലൂടെ റാണിയമ്മ എന്ന പരാമർശം നടത്തിയതിനാണ് കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. 24 കോഴിക്കോട്. പത്തനംതിട്ട മെഴുവേലിയിലെ കള്ളവോട്ട് അന്വേഷിക്കാൻ 3-അംഗ സമിതി രൂപീകരിച്ച് ജില്ലാ കളക്ടർ. BLO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ.
കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ BLOയ്ക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ വോട്ട് മരുമകളെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് പരാതി ഉയർന്നത്. 6 വർഷം മുമ്പ് മരിച്ച 94-കാരി അന്നമ്മയുടെ വോട്ട് മരുമകളായ 71-കാരി അന്നമ്മയെ കൊണ്ട് വീട്ടിലെത്തി ചെയ്യിച്ചു എന്നാണ് കണ്ടെത്തൽ. അന്നമ്മ കിടപ്പ് രോഗിയാണെന്നും ക്രമനമ്പർ മാറിപ്പോയതാണെന്നുമുള്ള വിശദീകരണം ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ കളക്ടർ തള്ളിയിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ BLO അമ്പിളി, ഒപ്പമുണ്ടായിരുന്ന 2 പോളിംഗ് ഓഫീസർമാർ എന്നിവരെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട സബ് കളക്ടറെ തലവനാക്കി അന്വേഷണ സംഘം രൂപീകരിച്ചു. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നോ എന്ന് പരിശോധിക്കും. മെഴുവേലി പഞ്ചായത്ത് 1-ാം വാർഡ് UDF അംഗം ശുഭാനന്ദൻ, BLO അമ്പിളി എന്നിവർ ഗൂഢാലോചന നടത്തി കള്ളവോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് ഇലവുംതിട്ട പോലീസിന്റെ FIR. വീട്ടിൽ വോട്ടിനിടെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ 144-ാം ബൂത്തിലായിരുന്നു സംഭവം നടന്നത്. അതിനിടെ കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ BLOയെ സസ്പെൻഡ് ചെയ്തു. മരിച്ച 10 പേരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി ജീവിച്ചിരിക്കുന്ന 12 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിലാണ് BLO സീന തോമസിനെ സസ്പെൻഡ് ചെയ്തത്. കാസർഗോഡ് ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയിൽ നിന്ന് നഷ്ടപ്പെട്ട മുഴുവൻ ആഭരണങ്ങളും കണ്ടെത്തിയെന്ന് പോലീസ്. ബീഹാർ സ്വദേശിയായ പ്രതി ഇർഷാദിനെ കൊച്ചിയിലെത്തിച്ചു. പ്രതിക്കെതിരെ 6 സംസ്ഥാനങ്ങളിലായി 19 കേസുകളാണ് നിലവിലുള്ളത്. പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുകയാണ്. പ്രതിയെ 3 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. 20-ന് കൊച്ചിയിലെത്തിയ പ്രതി പനമ്പള്ളി നഗറിലെ 3 വീടുകളിൽ ആദ്യം മോഷണശ്രമം നടത്തി. ഇത് പരാജയപ്പെട്ടു. പിന്നാലെയാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും 1,20,00,000 രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. പ്രതി സഞ്ചരിച്ച കാർ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഒടുവിൽ കർണാടക പോലീസിന്റെ സഹായത്തോടെ ഉടുപ്പിയിൽ നിന്ന് പിടികൂടി. മോഷ്ടാവിനെ 15 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണ കേസുകളിൽ പ്രതിയാണ് ബിഹാർ റോബിൻഹുഡ് എന്ന മുഹമ്മദ് ഇർഫാൻ. തിരുവനന്തപുരത്തും മുൻപ് മോഷണം നടത്തിയിട്ടുണ്ട്. 4 മാസം മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടന്ന ജോഷിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 24 കൊച്ചി. കള്ളന്റെ പ്രതികാര കഥ പറഞ്ഞ ചിത്രമാണ് ജോഷിയുടെ റോബിൻഹുഡ്. സിനിമയിൽ പറഞ്ഞ റോബിൻഹുഡ് വീട്ടിലെത്തിയപ്പോൾ സംവിധായകൻ ജോഷിക്ക് നഷ്ടമായത് കോടികളുടെ സമ്പാദ്യം. ജോഷി സിനിമയിലെ റോബിൻഹുഡിന്റെ കവർച്ച പ്രതികാരം തീർക്കാനായിരുന്നു. എന്നാൽ ജോഷിയുടെ വീട്ടിലെത്തിയ ബിഹാർ റോബിൻഹുഡിന്റെ കഥ വ്യത്യസ്തമാണ്. അതിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബിഹാർ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാൻ ആള് ചില്ലറക്കാരനല്ല. റോബിൻഹുഡിനേക്കാൾ കായംകുളം കൊച്ചുണ്ണിയുടെ സ്വഭാവങ്ങളാണ് ഇയാൾക്കുള്ളത്. സമ്പന്നരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന പണം കൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന കള്ളൻ. നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ കല്യാണം, കോൺക്രീറ്റ് റോഡുകളുടെ നിർമ്മാണം എന്നിവയ്ക്കെല്ലാം മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്നതാണ് ഇർഫാന്റെ രീതി. ബിഹാറിലെ സീതാമർഹി ജില്ലയിൽ ജോഗിയ സ്വദേശിയാണ് ഉജ്ജ്വൽ എന്ന മുഹമ്മദ് ഇർഫാൻ. സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം ബൈക്കിൽ സഞ്ചരിച്ചാണ് മോഷണം നടത്തുന്നതെങ്കിൽ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറായിരുന്നു മുഹമ്മദ് ഇർഫാന്റെ കൈവശം. ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ ജില്ലാ പരിഷത്ത് അധ്യക്ഷയാണ്. മോഷണക്കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇർഫാൻ വെറുതെയിരിക്കില്ല. അടുത്ത നഗരം ലക്ഷ്യം വെച്ച് നീങ്ങും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പുനെയിലെ മോഷണത്തിൽ പിടിയിലാകുമ്പോൾ റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് താൻ മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്ന് ഇർഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്തായാലും സിനിമയിൽ ജോഷിയുടെ നായക കഥാപാത്രം പോലീസിന്റെ കുരുക്കിലായില്ലെങ്കിലും ഇവിടെ ജോഷിയുടെ യഥാർത്ഥ വില്ലന് പോലീസിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. മോഷണശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോഷിയുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ കള്ളനെ പിടികൂടുന്നതിൽ നിർണായകമായി. 24 കൊച്ചി. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇന്ന് കമന്റ് വായിക്കുന്നത് കുറച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചില പ്രേക്ഷകർ. അതുകൊണ്ടല്ല, ഈ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എല്ലാ വാർത്തകളിലൂടെയും കടന്നു പോകണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരുപാട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ പുറത്തു വന്ന ദിവസമാണ്. അതുകൊണ്ട് നേരിട്ട് നമ്മൾ വാർത്തയിലേക്ക് കടക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശം കമന്റ് ബോക്സിലും കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രതികരണങ്ങളും കാണാൻ കഴിയുന്നുണ്ട്.
പ്രേക്ഷകർ എന്തായാലും കമന്റുകൾ അയക്കുന്നത് തുടരുക. സമയത്തിനനുസരിച്ച് നമുക്കത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. തൃശൂർ പൂര വിവാദത്തിൽ സർക്കാർ സ്ഥലം മാറ്റാൻ തീരുമാനിച്ച ACP കെ സുദർശനെ പിന്തുണച്ച് പോലീസിലെ ഒരു വിഭാഗവും തിരുവമ്പാടി ദേവസ്വവും. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ACP ശ്രമിച്ചതെന്നാണ് സേനയ്ക്കുള്ളിലെ വാദം. ACP മാന്യമായിട്ടാണ് ഇടപെട്ടതെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പ്രതികരിച്ചു. പൂരത്തിനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് പൂരവുമായി ബന്ധപ്പെട്ട അമിത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച ACP സുദർശനെതിരായ നടപടി തെറ്റായിപ്പോയി എന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. ACPക്കെതിരായ നടപടി സേനയുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും സുദർശനെ ഇരയാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നുമാണ് ആവശ്യം. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും ACP P സുദർശനെയും സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ പൂരം വിഷയം കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം തീരുന്നില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. കമ്മീഷണർ മാറ്റിയതുകൊണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂരം നടത്തിപ്പ് ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട തിരുവമ്പാടി ദേവസ്വം പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാവശ്യപ്പെട്ടു. പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുകയാണ്. അതിനിടെ UDFും BJPയും. 24 തൃശൂർ. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കയറിയ കള്ളൻ ചില്ലറക്കാരനല്ലോ എന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ. ശരിയാണ്, ഒരുപാട് കേസുകളിൽ പ്രതിയാണ്. ഇവിടെ പ്രാദേശിക സഹായം ലഭിച്ചോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. കേരളത്തിൽ ഇതിനു മുമ്പും അയാളെത്തി മോഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ചുരുളഴിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കുടിശ്ശിക നൽകാത്തതിനാൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ സ്റ്റെന്റ് വിതരണം പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നിലച്ചു. സ്റ്റെന്റ് വാങ്ങിയതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നൽകേണ്ടത് 40 കോടിയിലധികം രൂപയാണ്. പണം നൽകാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്ന് കമ്പനികൾ വ്യക്തമാക്കി. സ്റ്റെന്റ് വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് കുടിശ്ശിക നൽകുന്നതിലെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ഏജൻസികൾ സ്റ്റെന്റ് വിതരണം നിർത്തിവച്ചു. ഇതോടെ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ശസ്ത്രക്രിയകൾ മുടങ്ങി. കാത്ത് ലാബ് സൗകര്യമുള്ള സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് 143 കോടി രൂപയാണ് കിട്ടാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം കുടിശ്ശിക 49 കോടി. ശസ്ത്രക്രിയ മുടങ്ങിയതോടെ മറ്റിടങ്ങളിൽ നിന്ന് സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാനാണ് നീക്കം. മെഡിക്കൽ കോളേജിലെ ഇൻഹൗസ് ഡ്രഗ് ബാങ്കിൽ നിന്ന് 1 മാസത്തേക്ക് 8% വിലക്കുറവിൽ സ്റ്റെന്റ് നൽകി തുടങ്ങി. 24 തിരുവനന്തപുരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ ഇന്ന് വൈകിട്ട് മാതാവ് പ്രേമകുമാരി സനയിലേക്ക് തിരിക്കും. യമനിലെ ഏദനിൽ നിന്നും 400 കിലോമീറ്റർ അകലെയുള്ള സനയിലേക്ക് കരമാർഗമാണ് പ്രേമകുമാരി പോവുക. മോചനദ്രവ്യം എന്ന ഉപാധി ചർച്ചയിലില്ല എന്നും മാപ്പപേക്ഷിക്കാനാണ് യമനിൽ എത്തിയതെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം 24നോട് പറഞ്ഞു. യമൻ സമയം 7:30 ഏദനിൽ നിന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും നിമിഷപ്രിയയെ പാർപ്പിച്ചിട്ടുള്ള ജയിൽ സ്ഥിതി ചെയ്യുന്ന സനയിലേക്ക് യാത്ര തിരിക്കും. 2 ദിവസത്തിനകം പ്രേമകുമാരിക്ക് നിമിഷപ്രിയയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ. മകളെ കാണാനാകുന്നതിന്റെ സന്തോഷം പ്രേമകുമാരി 24നോട് പങ്കുവച്ചു. ഞാൻ ആരോടും സംസാരിച്ചില്ല, കാരണം എനിക്കിവിടെ ഭാഷ പ്രോബ്ലം ഉണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് പണം നൽകുന്ന കാര്യം ഇപ്പോൾ ചർച്ചയിലില്ലെന്ന് സാമുവൽ ജെറോം വ്യക്തമാക്കി. മാപ്പപേക്ഷിക്കാനാണ് സന്ദർശനം. We are going to ask for forgiveness. We are still in a place called Aden and we have to reach Sana. So tomorrow evening from Aden we will be going to Sana. There is nothing that we will directly go and meet that family. People have to understand this. And there is nothing called blood money negotiation. ജയിൽ സ്ഥിതി ചെയ്യുന്ന സന എന്ന പ്രദേശം ഇപ്പോൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. 2012 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്കെത്തിയത്. യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹ്ദി 2017 കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷ. നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് 24.
ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതായത് ഇന്ന് മുതൽ 26-ാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നു നിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് സാധാരണത്തേതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂട് ഈ ജില്ലകളിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വ്യവസായി ദീപക് സത്യപാലൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പാകെ ഹാജരായി. നോട്ടീസ് നൽകിയെങ്കിലും CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇതുവരെ ഹാജരായില്ല. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, MM വർഗീസ് ഇന്ന് ഹാജരാകണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇന്ന് ഹാജരാകാനുള്ള സാധ്യതയുണ്ടോ ശ്രീകാന്ത്? MM വർഗീസ് ഹാജരാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. അതിനാൽ തന്നെ ഇന്ന് ഹാജരാകാനുള്ള സാധ്യതയില്ല. നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഏതാണ്ട് ഒരു 11:30 വരെയും അദ്ദേഹം ഹാജരായിട്ടില്ല എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. പക്ഷെ അതിനുശേഷവും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം അനുസരിച്ചും അദ്ദേഹം എത്തിയിട്ടില്ല, ഹാജരാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ദീപക് സത്യപാലൻ എന്ന വ്യവസായി ഹാജരായിരുന്നു. ഹാജരായ ശേഷം ചില രേഖകളൊക്കെ സമർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ കേസിലെ അപ്ഡേഷൻസ് അതാണ്. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 14-കാരിയായ അതിജീവിതയ്ക്ക് 30 ആഴ്ചയായി ഗർഭം അലസിപ്പിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഗർഭഛിദ്രം തടഞ്ഞ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. കേസ് അസാധാരണം എന്ന് സുപ്രീം കോടതി വിലയിരുത്തി. ആശുപത്രി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയതെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. പരമാവധി 24 ആഴ്ച വരെയുള്ള ഗർഭഛിദ്രത്തിനാണ് നിയമപരമായി അനുമതിയുള്ളത്. ഗർഭഛിദ്രം നടത്തുന്നതിൽ ചില അപകട സാധ്യതകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രസവത്തിന്റെ അപകട സാധ്യതയേക്കാൾ ഉയർന്നതല്ല എന്ന് മെഡിക്കൽ ബോർഡ് അഭിപ്രായപ്പെട്ടതായി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ചരിത്രമെഴുതി ഇന്ത്യയുടെ D. ഗുഗേഷ്. ടൂർണമെന്റ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടത്തോടെ ലോക ചാമ്പ്യനെ നിർണ്ണയിക്കാനുള്ള മത്സരത്തിന് യോഗ്യത നേടി. അവസാന മത്സരത്തിൽ ലോക 3-ാം നമ്പർ താരം ഹിക്കാരു നക്കാമുറയെയാണ് ഗുഗേഷ് സമനിലയിൽ തളച്ചത്. Last pawn is gone, so Hikaru's given up his rook. He's given up his winning chances. The game is officially a draw. The handshake is in, and Gukesh officially at minimum goes to tiebreaks. But Denny, ഇന്ത്യൻ ചെസ് ചരിത്രത്തിലെ സുവർണ ഏടുകളിലൊന്ന്. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ഗുഗേഷ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യനെ നേരിടാനുള്ള ടൂർണമെന്റായ കാൻഡിഡേറ്റ്സിൽ ഗുഗേഷിന് സാധ്യതകൾ കൽപ്പിച്ചവർ നന്നേ ചുരുക്കമായിരുന്നു. എന്നാൽ അസാധ്യ പ്രകടനങ്ങളിലൂടെ വമ്പന്മാരെ ഒന്നൊന്നായി വെട്ടി മുന്നേറി ഇന്ത്യൻ കൗമാരതാരം. Not a huge surprise, but it wasn't the main thing I was expecting. I didn't want to allow some DC5 E4, although I knew I could equalize. I thought I have to be precise, and this would be a CD4 would be bit easier to play. So 14 റൗണ്ട് മത്സരങ്ങളിൽ 5 ജയം ഉൾപ്പെടെ 9 പോയിന്റാണ് ഗുഗേഷ് നേടിയത്. അവസാന റൗണ്ടിൽ എതിരാളി ലോക 3-ാം നമ്പർ താരം അമേരിക്കയുടെ ഹിക്കാരു നക്കാമുറ. അനുഭവ സമ്പത്തിനൊപ്പം വെള്ളക്കരുക്കളുടെ ആനുകൂല്യവുമായി ഇറങ്ങിയ ഹിക്കാരുവിന് മുന്നിൽ ഗുഗേഷ് പതറിയില്ല. പല വഴി നോക്കിയിട്ടും ഗുഗേഷിനെ മറികടക്കാനാകാതെ വന്നതോടെ സമനിലയ്ക്ക് കൈകൊടുത്തു ഹിക്കാരു. ഫാബിയാനോ കാരുവാന നിപ്പോ നിഷി മത്സരം കൂടി സമനിലയിലായതോടെ ഗുഗേഷ് ചരിത്രത്തിലേക്ക്. ഈ വർഷം അവസാനം നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറെ തോൽപ്പിച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന നേട്ടവും കൂടി ഗുഗേഷിന് സ്വന്തമാക്കാം. സ്പോർട്സ് ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമ്മൾ തിരികെ പോവുകയാണ്. പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ, അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്താണ് എന്ന് നോക്കാം. കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഫോട്ടോഗ്രാഫിൽ ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നത്. എയിംസും ബേപ്പൂർ തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനവുമാണ് ലക്ഷ്യമെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞു. തീരമേഖലയിലും മലയോര മേഖലയിലും വികസനം എത്തിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി എളമരം കരീം വ്യക്തമാക്കി. വാണിജ്യ വ്യവസായ മേഖലയ്ക്കാണ് NDA സ്ഥാനാർത്ഥി MT രമേശ് ഊന്നൽ നൽകുന്നത്. ഇനി എയിംസ് കോഴിക്കോട് സ്ഥാപിക്കുക, അതാണ് ലക്ഷ്യം. അതുപോലെ ബേപ്പൂർ പോർട്ട് അത് ഉയർത്തപ്പെടുക, കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് നിന്ന് ആരംഭിക്കുക ബാംഗ്ലൂരിലേക്ക്.
കൂടുതൽ IT കമ്പനികൾ സ്ഥാപിക്കുക. ഇതെല്ലാമാണ് അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരിപ്പൂർ എയർപോർട്ടിന് ഡൊമസ്റ്റിക് കണക്ടിവിറ്റി, കൂടുതൽ IT കമ്പനികൾ വരണമെങ്കിൽ ഡൊമസ്റ്റിക് കണക്ടിവിറ്റി അനിവാര്യമാണ്. കോഴിക്കോട് എയർപോർട്ടിന് വികസനം ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ റെയിൽവേ വികസനം, എയിംസ് കേരളത്തിന് സ്ഥാപിക്കാൻ കേന്ദ്രത്തെ കൊണ്ട് അനുവദിപ്പിക്കൽ, വിമാനത്താവളത്തിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കൽ, അതുപോലെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനം, കേന്ദ്ര പദ്ധതികൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ് ഞങ്ങൾ തയ്യാറാക്കി. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വികസന പദ്ധതികൾക്ക് രൂപം നൽകണം. ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കോഴിക്കോട്ട് സ്ഥാപിക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം, അതിന് തുടക്കം കുറിക്കണം. കോഴിക്കോട്ടിൻ്റെ വ്യാപാരം, വ്യവസായം, വാണിജ്യം, കൃഷി, അതുപോലെ തന്നെ തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, ഇങ്ങനെയെല്ലാമുണ്ട്. കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കോഴിക്കോട് ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ബേപ്പൂർ തുറമുഖത്തെയും ബാംഗ്ലൂർ IT നഗരത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കോറിഡോർ വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അതിലൂടെ നമ്മൾക്ക് കോഴിക്കോടിനെയും ബേപ്പൂരിനെയും ലോകശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം തന്നെയായിരുന്നു ഇന്നും മുഖ്യമന്ത്രി ഉയർത്തിയത്. BJPയെ താഴെയിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷകൾ പലത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം തിരഞ്ഞെടുപ്പ് അനുകൂലമാക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. പൗരത്വ നിയമ ഭേദഗതി കാര്യമായി ഉയർത്തിയതോടെ BJPക്ക് ബദൽ തങ്ങളെന്ന ചിന്ത 2019 സീറ്റ് ഉറപ്പിക്കുമെന്ന് ഇടത് ക്യാമ്പും പ്രതീക്ഷ പുലർത്തുന്നു. പ്രധാനമന്ത്രിയടക്കം നിരവധി തവണ എത്തിയ പ്രചാരണ തന്ത്രം ഫലം കാണുമെന്നാണ് BJPയുടെ ചിന്ത. പ്രചാരണ വിഷയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ഉയർത്തിയത് പൗരത്വ നിയമ ഭേദഗതിയാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പൗരത്വ നിയമ വിഷയത്തിൽ മൗനമെന്ന് മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ഈ ഘട്ടത്തിൽ ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോഴില്ല. വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിന്നെങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു, അവിടെയുമില്ല. എന്താണ് അങ്ങനെ വരാൻ കാരണം? രാഹുൽ ഗാന്ധി കേരളത്തിലെ ലോക്കൽ നേതാക്കളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നുവെന്നായിരുന്നു പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ പ്രതികരണം. പ്രധാനമന്ത്രി പച്ചയായ വർഗീയത പറയുന്നുവെന്നും ഇനിയും BJP അധികാരത്തിൽ വന്നാൽ ഇനിയൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം മുൻ LDF MPയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ച് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണം നടത്തിയതിൽ പ്രതികരണവുമായി ഇന്നസെന്റിന്റെ കുടുംബവും രംഗത്തെത്തി. ഫ്ലെക്സ് ബോർഡ് വെച്ചത് കുടുംബത്തിന്റെ അറിവോടെയല്ലെന്നും പരാതി നൽകുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശത്തെ പിന്തുണച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സമ്പത്തിൽ പ്രഥമ അവകാശം ന്യൂനപക്ഷത്തിനാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ലേ എന്നും അമിത്ഷാ ചോദിച്ചു. സർവേ നടത്തുമെന്ന് പ്രകടന പത്രികയിൽ ഇല്ലേ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. मोदी जी ने कल कहा क्यों करना है सर्वे को? कांग्रेस पार्टी पूरी नरेंद्र मोदी पर सवाल उठा रही है. मैं आज कांग्रेस पार्टी को पूछना चाहता हूं, आपके घोषणा पत्र में सर्वे की बात है या नहीं है? राहुल बाबा देश के नाम में स्पष्ट करे. और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार माइनॉरिटी का है, आदिवासी दलित का नहीं है, आदिवासी दलित का नहीं. ഛത്തീസ്ഗഡിലെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗം അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുന്ന പശ്ചാത്തലം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്ന പശ്ചാത്തലം, അതിനിടയിൽ BJPയുടെ പ്രതിരോധം എങ്ങനെ? അമിത്ഷായുടെ വാക്കുകൾ എങ്ങനെ?
റിജിത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ പ്രസംഗം വിവാദമാവുകയും ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തുടർച്ചയായി പരാതികൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെ കങ്കേറിൽ നടക്കുന്ന പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രകടന പത്രികയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരുന്നു. പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നുവെന്നും എന്നാൽ മൻമോഹൻ സിംഗ് നേരത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സമ്പത്തിൽ ന്യൂനപക്ഷങ്ങൾക്കാണ് പ്രഥമ അവകാശം എന്ന് പറഞ്ഞിട്ടില്ലേ എന്നും ദളിത് ആദിവാസികൾക്കല്ല ന്യൂനപക്ഷങ്ങൾക്കാണ് പ്രഥമ അവകാശമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് അമിത്ഷാ ആവർത്തിച്ചത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി താൻ സർവേ നടത്തും എന്ന് പ്രകടന പത്രിക മുൻനിർത്തി രാജ്യത്തെ വച്ച് സത്യം ചെയ്തിട്ടില്ലേ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം എന്നുമാണ് അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കങ്കറിലെ റാലിയിൽ സംസാരിച്ചത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം റാഞ്ചിയിലുണ്ടായ റാലിയിൽ മഹാറാലിയിൽ ഉണ്ടായ RJD കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ തമ്മിലടിയും പരാമർശിച്ചുകൊണ്ട് അമിത്ഷാ പരിഹസിച്ചു. സമ്പത്തിൽ പ്രഥമാവകാശം നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അത് ആദിവാസികൾക്കും ദളിത് വിഭാഗത്തിനും പാവപ്പെട്ടവർക്കുമായിരിക്കും എന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെ പ്രചരണ റാലിയിൽ പറഞ്ഞു. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും പാലക്കാട്ട് നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് അട്ടപ്പാടിയിൽ കാട്ടുതീ എന്നുള്ളതാണ്. അട്ടപ്പാടി നക്കുപതി ഊരിന് സമീപം കാട്ടുതീ പടർന്നു. തീകെടുത്താനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അവിടെ പുരോഗമിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 24-ന്റെ സൈക്കിൾ യജ്ഞം തുടരുന്നു. അതിലേക്ക് പത്തനംതിട്ട കോന്നിയിലെ അടവി എക്കോ ടൂറിസം സെന്ററിൽ സഞ്ചാരികളുടെ തിരക്കാണ്. അവരുടെ അവധിക്കാല വിശേഷങ്ങളും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും തേടി 24 സൈക്കിൾ യജ്ഞം കടന്നു ചെന്നു. കാണാം അടവിയിലെ കാഴ്ചകൾ. പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് കോന്നിയിലെ അടവി എക്കോ ടൂറിസം സെന്ററിൽ വരാതെ പോവാൻ പറ്റില്ല. അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. കുട്ടവഞ്ചി സവാരി ഭയങ്കര ഫേമസ് ആണ്. സ്മിത പ്രവിത, നമ്മളിവിടെ വന്നപ്പോ നമ്മളെ പോലെ സുന്ദരികളായ കുറെ പെൺകുട്ടികൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നതുകൊണ്ട് ഓക്കെ അവിടെ ചെന്നൈയിലാണോ? തമിഴ്നാട്ടിലാണ്. അതെ അതെ. രാഷ്ട്രീയമൊക്കെ നന്നായി നോക്കുന്നവരാണോ? ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് കുറവാ. അതെന്താ കാരണം? എന്താ നോട്ട് ഇൻട്രസ്റ്റഡ്? വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നു പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഫോളോ ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നി. അതുകൊണ്ട് അങ്ങ് അത് ഞാൻ തീരുമാനിച്ചു. ആണോ? പോളിംഗ് ബൂത്തില് അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ചേച്ചി, ആര് ജയിക്കും എന്നൊരു തോന്നലുണ്ടോ ഈ പ്രചാരണമൊക്കെ കണ്ടു കഴിയുമ്പോ? വികസനം അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവരാണ് ജയിക്കട്ടെ എന്നേ പറയത്തുള്ളൂ. യോഗ്യർ അല്ലെ? അത് തന്നെ. അപ്പൊ കാണാം. ബൈ. നിങ്ങൾ എവിടെന്നാ? സ്ഥാനാർത്ഥികൾ ആരൊക്കെയാന്നൊക്കെ അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങള് കോട്ടയമാണ് ജില്ലയെങ്കിലും മണ്ഡലം വരുന്നത് പത്തനംതിട്ടയാണ് അല്ലെ? അപ്പം എങ്ങനെയാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ പ്രതീക്ഷകളൊക്കെ? എനിക്കിപ്പോ ഒരാൾ ജയിക്കണമെന്നുണ്ട്. ഉണ്ട്. പേര് പറയില്ലേ? പേര് പറയാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ആളെ ഇടി വന്ന് പേടിപ്പിച്ചിട്ടും പേടിച്ചില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ. ധൈര്യത്തിനാണ് വോട്ട്. ധൈര്യത്തിനാണ് എന്റെ വോട്ട്. കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ്? സ്ത്രീകളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏത് മേഖലയിലും എല്ലാ പ്രയോറിറ്റീസ് വേണം സ്ത്രീകൾക്ക്. അതാണ് നല്ല ആഗ്രഹം. ഏത് സമയത്തും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു ഫ്രീഡം. രാത്രിയാണേലും സേഫ്റ്റി വേണം. അപ്പോ താങ്ക് യു. നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം കേട്ടോ. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഭരിക്കാൻ കഴിവുള്ള നല്ലൊരാള് ജയിച്ചു വരണതേ ഉള്ളൂ. അപ്പൊ വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുക അല്ലെ? വ്യക്തികളുടെ കഴിവനുസരിച്ച്. ഞാൻ അടുത്ത വർഷം
ഞാൻ എപ്പോഴും വാർത്ത കണ്ടിരിക്കും. 24 ആണോ അത് ചോദിച്ചോടെ. കാരണം നല്ല നേരായ നല്ല ഒരു കഴിവുള്ള വ്യക്തിയെ കിട്ടണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാട്ടോടുന്ന അമ്മ പറഞ്ഞേ പാട്ടോടോ. കാട്ടുമൈനകൾ ചേക്കേറും പൂമരക്കുമ്പിൽ വന്നു താളമിട്ടൊരു പാട്ടു പാടി വൃശ്ചിക തെന്നൽ. ശരി അമ്മ ബൈ. ചേട്ടൻ എത്ര വർഷമായി ഈ കൊട്ടവഞ്ചി തുഴയാൻ തുടങ്ങിയിട്ട്? ഇവിടെ 10ാമത്തെ വർഷമാണ്. ഇവിടെ കൊട്ടവഞ്ചി 2014 ഇവിടെ തുടങ്ങുന്നത്. ചേട്ടാ നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ ഇതിനകത്ത് പോകുമ്പോൾ? അതെ തീർച്ചയായിട്ടും. നമ്മൾ ഇതേപോലെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനയൊക്കെ ഇങ്ങനെ കുട്ടികളുമായിട്ട് പിന്നെ ക്രോസ് ചെയ്യുന്നത് ചേട്ടനെന്താ ഈ രാഷ്ട്രീയം ഇവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ ഞാനൊരു രാഷ്ട്രീയ ഞാനൊരു ഇടതുപക്ഷ പിന്നെ ആളാണ്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല നമുക്ക് വികസനങ്ങൾ എല്ലാം നടത്തണം. കാരണം നമുക്ക് ഈ അവിടെ പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. വിജയിച്ചു വരുന്ന ആളുകളൊക്കെ നമുക്ക് ഇവിടെ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തു തരേണ്ട പ്രശ്നങ്ങളോ പരിഹരിക്കേണ്ട ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഇറങ്ങുന്ന എൻട്രി അവിടെ ഇറങ്ങി വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ കയറാനൊക്കെ ഉണ്ട്. നമുക്കൊരു സ്റ്റെപ്പ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇതിന്റെ പിന്നെ അധികാരപ്പെട്ടവരോടൊക്കെ പറയാറുണ്ട്. വരികയാണെങ്കിൽ നല്ലൊരു ടൂറിസത്തിനൊക്കെ വളരെയധികം സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. ഏതൊരു വ്യക്തിക്കാണെങ്കിലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ്. എങ്ങനെയുണ്ട്? പേടിയുണ്ടോ? പേടി ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല. രാഷ്ട്രീയം ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആര് ജയിച്ചാലും നമ്മൾ ട്രിവാൻഡ്രംകാരാട്ടെ. ട്രിവാൻഡ്രത്ത് ആർക്കാട്ടാ സാധ്യത? സാധ്യതകൾ എല്ലാവർക്കും തുല്യ ഇതാണ്. ചേച്ചിക്ക് രാഷ്ട്രീയം എങ്ങനെയാ ചേച്ചി? രാഷ്ട്രീയം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയമാണോ വ്യക്തിയാണോ നോക്കാറ് വോട്ട് ചെയ്യുമ്പോൾ? വ്യക്തിയല്ല, പാർട്ടി എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് അതിനോട് അത് നോക്കുമല്ലോ. ആശയങ്ങൾ നോക്കും തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ നമ്മുടെ യാത്ര തുടരാം. അതെ. മറ്റൊരിടത്തെ കാഴ്ചകളുമായി സൈക്കിൾ യജ്ഞം വീണ്ടും വരും മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. വേറൊരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിതയുടെ പരാതിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു അതിജീവിതയുടെ പ്രതികരണം. എന്നാൽ ഡോക്ടർ KV പ്രീതിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നും അതിജീവിത പറയുന്നു. മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അതിജീവിത സമരത്തിലാണ്. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ. അതിജീവിതയുടെ സമരത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാത്തതിനെക്കുറിച്ചും അന്വേഷിക്കാൻ ഉത്തരമേഖല IGക്ക് നിർദ്ദേശം നൽകി. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. മൊഴിയെടുത്ത ഡോക്ടർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. പിന്നാലെ മെഡിക്കൽ കോളേജ് ACP അന്വേഷണം നടത്തുകയും അതിജീവിതയുടെ വാദത്തിൽ കഴമ്പില്ലെന്ന് കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ടിൽ തനിക്ക് അനുകൂലമായ കാര്യങ്ങളുണ്ടെന്നും അതിനാലാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാത്തതെന്നുമാണ് അതിജീവിതയുടെ വാദം. 24 കോഴിക്കോട്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പശ്ചിമബംഗാളിലെ പൊതുവിദ്യാലയങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയ 25,000-ലേറെ തൊഴിൽ നിയമനങ്ങൾ കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി. ഇതിൽ 23,000-ഓളം പേർ അധ്യാപകരാണ്. ഇവർ 4 ആഴ്ചയ്ക്കകം ശമ്പളം തിരികെ നൽകണം എന്നുള്ള കാര്യവും കോടതി അറിയിച്ചിട്ടുണ്ട്. നിയമനം അനധികൃതം എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത്രയും അധികം നിയമനങ്ങൾ റദ്ദാക്കുക എന്നുള്ള നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു. അത് ഏത് പശ്ചാത്തലത്തിലാണ്? ഈ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ എന്നും അറിയുന്നു. വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 2016 നിയമനം ആണ് സുപ്രീം കോടതി അനധികൃതം നിയമവിരുദ്ധവുമാണ് എന്ന് കണ്ട് റദ്ദാക്കിയിരിക്കുന്നത്.
9 മുതൽ 12 വരെയുള്ള എല്ലാ നിയമനങ്ങളിലും ക്രമക്കേട് കണ്ടെത്തിയ കൽക്കട്ട ഹൈക്കോടതി CD ഗ്രൂപ്പുകളും അസാധുവാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ അടുത്ത 15 ദിവസത്തിന് അകം തന്നെ തുടർ നിയമനം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സർക്കാരിന് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ നിയമിതരായി 25,753 പേർക്കാണ് ജോലി നഷ്ടമാകുന്നത്. ഇവരോട് പിൻവലിച്ച ശമ്പളം മുഴുവനായും 12% പലിശ സഹിതം തിരികെ നൽകാനുള്ള ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 4 ആഴ്ചയ്ക്കകം ഈ ശമ്പളം തിരികെ ഏൽപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അധ്യാപകരിൽ നിന്നും ഈ പണം ഈടാക്കാനായി ജില്ലാ മജിസ്ട്രേറ്റുമാരെയാണ് കൽക്കട്ട ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ബംഗാൾ സർക്കാരിന്റെ നീക്കം. കാരണം ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമായ പരാജയം കൂടിയാണ്. മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജി ഒപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ അകപ്പെട്ട നിലവിൽ ജയിലിൽ കഴിയുകയാണ്. ജസ്റ്റിസുമാരായ ദേബാൻഷു ബസക്, MD ഷബ്ബാർ റഷീദി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ തുടർ അന്വേഷണം നടത്തി നടപടിയെടുക്കാനും ഈ കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാവുന്നു. 25,000-ലേറെ തൊഴിൽ നിയമനങ്ങൾ കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അട്ടപ്പാടി നക്കുപതിയൂരിന് സമീപം കാട്ടുതീ പടരുന്നു. ഏതാനും ദിവസങ്ങളായി അട്ടപ്പാടിയിൽ കാട്ടുതീ വ്യാപകമാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. നിഖിൽ, തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ? നിഖിൽ, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നക്കുപ്പതി ഊരിന് സമീപമാണ് കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അട്ടപ്പാടിയിലെ മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാട്ടുതീ കാര്യമായി തന്നെയുണ്ട്. പുഴകളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനവകുപ്പിന്റെ ഭാഗത്തടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ചൂട് വളരെയധികം കൂടിയ പശ്ചാത്തലത്തിലാണ് ഈ വിവിധ ഇടങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് കൂടുതലായും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് അടക്കം എത്തുന്നതിന് കാരണമാക്കുന്നുണ്ട്. നക്കുപ്പതി ഊരിന് സമീപമാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനവകുപ്പും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. വയനാട്ടിൽ കനത്ത വേനൽ മഴയിൽ വ്യാപക നാശം. മീനങ്ങാടി പഞ്ചായത്തിൽ വീശിയടിച്ച കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. വൻതോതിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ പോലെ കത്തുന്ന ചൂടാണ് വയനാട്ടിൽ. കബനിയടക്കം പുഴകളെല്ലാം വറ്റിവരണ്ടു. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. അപ്പോഴാണ് ആശ്വാസമായി വേനൽ മഴ എത്തിയത്. വയനാടിന്റെ പല ഭാഗത്തും തിമിർത്തു പെയ്തു മഴ. പക്ഷേ ശക്തമായ കാറ്റിൽ വൻതോതിൽ നാശവും പിന്നാലെയുണ്ടായി. മീനങ്ങാടി മൈലമ്പാടിയിൽ നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. കാറ്റ് ഒഴിയാതെ കാറ്റിങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഇതങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുകയാണ്. കുട്ടികളും വഴിക്കുന്ന പേരക്കുട്ടിനെ മാത്രമല്ല ഞാൻ വഴിക്കുന്ന അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ മുന്നോട്ടും സീറ്റ് 2 സീറ്റാണ് പറയും എവിടേക്ക് പോയതെന്ന് സീറ്റുകളൊക്കെ പാടെ കരിപടയുള്ള സീറ്റാണ് ഇട്ടത്. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതോടെ ഗ്രാമീണ മേഖലയിൽ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലായി. KSEB ജീവനക്കാരുടെ തീവ്ര ശ്രമത്തിനൊടുവിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. 24 വയനാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം കണ്ണൂർ താവക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഡിസൈനുകളിലുള്ള വിപുലമായ ആഭരണ ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനും ലഭ്യമാണ്. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ലോകത്തെവിടെയും മലബാർ ഗോൾഡ് ആഭരണങ്ങൾ ലഭ്യമാകുമെന്നും കമ്പനി ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. കസ്റ്റമറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം. അവരെ സാറ്റിസ്ഫാക്ഷനാണ്. 100% സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് ക്വാളിറ്റിയും ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം കൊടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ്. അതിലൊരുപാട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും എല്ലാ നഗരങ്ങളിലും എത്തിച്ചേരുക എന്നുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ നന്ദി. അതുപോലെ നാട്ടുകാരുടെ നിർലോഭമുള്ള സഹകരണമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി പോലീസ് ഡയറിയുടെ സമയമാണ്. പതിവ് പോലെ പ്രേക്ഷകർക്കൊപ്പം സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.